എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ സാറ് ക്ലാസ് എടുക്കുകയായിരിക്കും കേട്ടോ. ഇതേ സമയം മിസ് ക്ലാസ്സിലേക്ക് വന്നിട്ട് എല്ലാവരും അടുത്തുമായിട്ട് പറയും, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ ലീഡർ സ്കൂൾ മാറിപ്പോയതിനാൽ നമുക്ക് പുതിയൊരു ലീഡറെ തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് ഞാൻ ചെന്നിനെയാണ് നിയമിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചെന്നി മിസ്സിൻ്റെ അടുത്ത് പറയും, മിസ്സേ എനിക്ക് താല്പര്യമല്ലാന്ന്. ഇതേ സമയം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കൈ പൊക്കിയിട്ട് പറയും, മിസ്സേ ഞാനാവാം ലീഡർ എന്ന്. അപ്പം മിസ്സ് പറയും, പഠിത്തത്തിൻ്റെ കാര്യത്തിനൊന്നും ഈ ഉത്സാഹം കാണില്ലല്ലോ എന്ന് പറയും. ഇതേ സമയം സാറ് പറയും, മിസ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നമുക്കൊരു എലക്ഷൻ വെക്കാമെന്ന്. അപ്പം സാറിനോട് മിസ്സ് പറയും, സാറേ നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന്. ഇതേ സമയം കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ലിന്നും ശൗഷിയും കൂടി ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്നതാണ്. ഇതേ സമയം അവിടെയുള്ള എല്ലാ കുട്ടികളും ക്ലാസ് ലീഡർ ആരാവാന്നുള്ള കാര്യത്തിനെ കുറിച്ചേക്കും സംസാരിക്കുന്നത്. ഇവരിതിങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ചെന്നാണെങ്കിലോ ബോർഡ് മയക്കായിരിക്കും. ഇത് കണ്ട് നമ്മുടെ ശൗഷി അവനോട് ചോദിക്കും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അവൻ പറയും, അതിൻ്റെ ആവശ്യമില്ലാന്ന്. ഇതേ സമയം ലിന്ന അവളോട് ചോദിക്കും, നിനക്ക് എന്താ ഇത്രയും സങ്കടം അവനിങ്ങനെ മയക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയും, അവന് കോൾഡും ഫീവറും ആണ്, അതുകൊണ്ട് അവന് പൊടിയൊന്നും മൂക്കിലേക്ക് കയറും, അവനതൊന്നും പറ്റില്ല എന്ന്. ഇതേ സമയം ലിന്ന ചോദിക്കും, നിനക്ക് അത്രയും സങ്കടമാണെങ്കിൽ നീ എന്നാ ലീഡർ അയക്കോ, എന്നാൽ പിന്നെ നിനക്ക് അവനെ ഹെൽപ്പ് ചെയ്യാനോന്ന്. ഇത് കേൾക്കി നമ്മുടെ ശൗഷിയുടെ മുഖത്ത് ഇങ്ങനെ ബൾബ് കത്തുന്നതാണ്. അവൾ എന്തോ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കും. അടുത്ത സീനിൽ കാണുന്നത് ഇവരെല്ലാവരും കൂടി ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുന്നതായിരിക്കും കേട്ടോ. ഇതേ സമയം നമ്മുടെ ശൗഷി ചെന്നിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്താ ലീഡർ ആവാൻ താല്പര്യമില്ലാത്തതെന്ന്. അതേസമയം ചെന്ന അവളോട് പറയും, അത് കുറച്ച് റിസ്ക് ആണെന്ന്. ഇതേ സമയം അങ്ങോട്ട് ലൂനെ വളയ്ക്കാൻ നോക്കുന്ന ആ പെൺകുട്ടി വരും കേട്ടോ. എന്നിട്ട് അവൾ പറയും, ഞാനിങ്ങനെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എനിക്ക് റിവ്യൂ ചെയ്യണം എന്ന് പറയും. അതേസമയം നമ്മുടെ ചെന്ന അവളോട് പറയും, ഞാൻ നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അവൾ പോകുന്ന സമയത്ത് ലൂ പറയും, ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്തോ ഉണ്ടെന്ന്. ഇത് നമ്മുടെ ശൗഷിക്ക് ഇഷ്ടാവോ? അവൾ പറയും, നീ വെറുതെ ഇല്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ടെന്ന്. എന്നിട്ട് ലൂവും ശൗഷി അവിടെ നിന്ന് അടി ഉണ്ടാക്കുന്ന കേട്ടോ കാണുക. ലൂ ശൗഷിയുടെ അടുത്ത് പറയും, അവളാണ് ലീഡർ ആവാൻ പോകുന്നതെന്ന്. അപ്പോൾ ശൗഷി ചോദിക്കും, നിനക്ക് എന്താ ഉറപ്പുണ്ടോയെന്ന്. അപ്പോൾ ലൂ പറയും, പിന്നെ നീയാണോ ലീഡർ ആവാൻ പോകുന്നതെന്ന്. ഇതേ സമയം ശൗഷി പറയും, ഞാൻ ലീഡർ ആവുമെന്ന്. ഈ സമയത്ത് നമ്മുടെ ലൂ അവളെ ഇങ്ങനെ കളിയാക്കും. ഇത് കണ്ടപ്പോൾ ഒറ്റ തട്ടങ്ങ് തട്ടും. ഇതേ സമയം നമ്മുടെ ലൂ പറയും, നീ തന്നെ ജയിക്കുമെന്ന്. അടുത്ത സീനിൽ കാണുന്ന ക്ലാസ്സാണ് കേട്ടോ. ഇതേ സമയം മിസ് ക്ലാസ്സിലുള്ള എല്ലാവരുടെ ചോദിക്കും, ആരൊക്കെയാണ് ഇലക്ഷന് നിൽക്കുന്നതെന്ന്. ആ ടൈമിൽ ഒരു 3-4 കുട്ടികൾ ഇങ്ങനെ കൈ പൊക്കുന്നുണ്ടാവും. ഇതേ സമയം നമ്മുടെ ശൗഷിക്ക് പൊക്കണോ പൊക്കട്ടെ എന്നുള്ള ഒരു ഡൗട്ടിൽ അവൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവൾ ലാസ്റ്റ് ചെന്നിനെ ഇങ്ങനെ നോക്കിയിട്ട് കൈ ഇങ്ങനെ പൊക്കും. അതേ സമയം മിസ് ചോദിക്കും, നീ ലീഡർ ആവാൻ നിൽക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൾ പറയും, ആന്ന്. പിന്നീട് കാണുന്നത് നമ്മുടെ ശൗഷിയും ലിന്നും കൂടി ക്യാൻറ്റീനിൽ നിൽക്കുന്ന കേട്ടോ. ഇതേ സമയം നമ്മുടെ ശൗഷി അവളുടെ കൈക്ക് ഇങ്ങനെ തല്ലിയിട്ട് പറയും, നീ എന്തിനാ പൊങ്ങിയെന്ന്. പിന്നീട് കാണിക്കുന്ന ഇവർ രണ്ടുപേരും കൂടി ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ശൗഷിക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും, ജയിക്കില്ല എന്നുള്ള കാര്യത്തിന്. ഇതേ സമയം നമ്മുടെ ലിന്ന അവളോട് പറയും, ഞാൻ നിനക്ക് നല്ലൊരു അഡ്വൈസ് തരാമെന്ന് പറയും. നമ്മുടെ ശൗഷി ഇങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോൾ അവളുടെ തലയിൽ തൊട്ടിട്ട് ലിന്ന പറയും, നീ നിന്നെ തന്നെ വിശ്വസിക്കുന്നതെന്ന് അവൾ ഒറ്റ ഓട്ടോടും. ഇത് കഴിഞ്ഞിട്ട് കാണുന്നത് നമ്മുടെ ശൗഷിനെയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ശൗഷി ആണെങ്കിൽ ഇങ്ങനെ അവളുടെ റൂമിൽ നിന്നിട്ട് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്യായിരിക്കും കേട്ടോ. അവൾ പറയും, എൻ്റെ പേര് ശൗഷിയാണ്, ഞാൻ ക്ലാസ് ലീഡർ ആവാൻ വേണ്ടിയാണ് നിൽക്കുന്നത്, ഞാൻ ക്ലാസ് ലീഡർ ആയ എൻ്റെ അച്ഛന് ഭയങ്കര പ്രൗഡായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയം അവളുടെ അച്ഛൻ ഇങ്ങനെ കയറി വരും. എന്നിട്ട് അവളൊരു പുച്ഛഭാവത്ത് നോക്കിയിട്ട് അച്ഛൻ അവിടുന്ന് പോകും. പിന്നെ കാണുന്നത് നമ്മുടെ ശൗഷി ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് അവിടെ കിടന്നിട്ട് റിഹേഴ്സൽ ചെയ്യുന്ന കേട്ടോ. അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഹലോ എവരി വൺ, ഐ ആം ശൗഷി എന്ന്. ഇങ്ങനെ ഇവളിങ്ങനെ ഒച്ചത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ബൂ വരും. എന്നിട്ട് ബൂ ഇവളെ എഴുതിയതൊക്കെ കണ്ടിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ചിരിക്കും. ഇതേ സമയം ബൂ അവളുടെ അടുത്ത് പറയും, നീ നിന്നിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവൾക്ക് കുറേ മോട്ടിവേഷൻസ് കൊടുക്കും. എന്നിട്ട് അവളും അവനും എണീച്ച് നിന്നിട്ട് അവൻ അവളോട് ചോദിക്കും, നിനക്ക് എന്താ ആവേണ്ടതെന്ന്. ഇതേ സമയം നമ്മുടെ ശൗഷി മെല്ലനെ പറയും, എനിക്ക് ക്ലാസ് ലീഡർ ആവണം എന്ന്. അപ്പം നമ്മുടെ ചെന്ന അവളോട് പറയും, നീ നല്ല ഒച്ചത്ത് പറയുന്നത്. അപ്പോൾ അവളിങ്ങനെ പറയും, എനിക്ക് ക്ലാസ് ലീഡർ ആവണം എന്നിങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവളും അവനും കൂടി ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടി അവൾ ഇതന്നെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ശൗഷി ഇങ്ങനെ വെള്ളം എടുക്കായിരിക്കും. അപ്പോഴും അവൾ ഇങ്ങനെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ സമയം അങ്ങോട്ട് ചെന്നി വരും. അപ്പോൾ അവൾ ചെന്നിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവനോട് ചോദിക്കും, നീ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യില്ലേന്ന്. അപ്പോൾ അവൻ ഒന്നും മിണ്ടില്ല. എന്നിട്ട് അവൻ പോകാൻ നേരത്തെ അവളോട് ചോദിക്കും, നിനക്ക് എന്താ തോന്നുന്നതെന്ന്. അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ പറയും, എനിക്കെന്തായാലും നീ ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നതെന്ന്. പിന്നെ കാണിക്കുന്ന ക്ലാസ് ആയിരിക്കും കേട്ടോ. അതേ സമയം അവിടെ ഇലക്ഷന് നിൽക്കുന്ന എല്ലാവരും സ്പീച്ച് പറയായിരിക്കും കേട്ടോ. 4 കുട്ടികളാണ് നിൽക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ചെന്നിനെ വളയ്ക്കാൻ നോക്കുന്ന പെൺകുട്ടിയായിരിക്കും കേട്ടോ സ്പീച്ച് കൊടുക്കുക. അവൾ നന്നായിട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ ശൗഷി വന്ന് പറയും,
ശൗശി തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും. ഇതേ സമയം അവിടെയുള്ള എല്ലാവരും ചിരിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ ലിന്ന എല്ലാവരുടെ അടുത്തും പറയും, എന്തിനാ അങ്ങനെ കളിയാക്കുന്ന, അവൾ അതിന് തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ എന്ന്. ഇതേ സമയം മിസ്സ് പറയും എല്ലാവരുടെ അടുത്തും ക്യൂറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ശൗശി ഇങ്ങനെ പേപ്പറിൽ നോക്കി ഇങ്ങനെ വിറച്ചായിരിക്കും ഓരോ കാര്യം പറയാം. എന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ ശൗശി നിന്ന് പോകും. അതേ സമയം നമ്മുടെ ബോവും ലിന്നും ലുവും എല്ലാവരും കൂടി ഒരു പേപ്പറിൽ യു ആർ ബെസ്റ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചു കൊടുക്കും. ആ സമയത്ത് നമ്മുടെ ശൗശിക്ക് നല്ല എനർജി കിട്ടും. അങ്ങനെ ശൗശിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടുന്ന സമയത്ത് ശൗശി അവളുടെ പേപ്പർ എടുത്ത് താഴെ വെച്ചിട്ട് അവൾ സ്വയം പറയാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ ശൗശി നല്ലൊരു സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കൈയടിക്കും. എന്നിട്ട് വോട്ടിംഗ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ ചെന്നിനെ വളയ്ക്കാൻ നോക്കുന്ന പെൺകുട്ടിക്ക് 14 വോട്ടും നമ്മുടെ ശൗശിക്കാണ് 15 വോട്ട് കിട്ടുക. ഇതേ സമയം നമ്മുടെ ശൗശി ആയിരിക്കും മുന്നിൽ നിൽക്കുക. ശൗശിക്ക് ഭയങ്കര സന്തോഷമാവും. ഇതേ സമയം ചെന്ന സ്റ്റാഫ് റൂമിലായിരിക്കും. അപ്പം അവന് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം മിസ്സ് പറയും എന്നാൽ അവൻ്റെ വോട്ട് കൺസിഡർ ചെയ്യണ്ടാന്ന്. ഇതേ സമയം നമ്മുടെ ശൗശി പറയും ഇല്ല അവൻ്റെ വോട്ടും കൺസിഡർ ചെയ്യണമെന്ന്. എന്നിട്ട് നമ്മുടെ ചെന്ന് വരുന്ന സമയത്ത് ചെന്നിനോട് മിസ്സ് ചോദിക്കും നീ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്ന്. എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കും നമ്മുടെ ശൗശിയുടെ പേര് പറയുന്നു. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവൻ ശൗശിയുടെ പേര് പറയാണ്ട് വേൻ്റെ പേരായിരിക്കും പറയാം. വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്നിൻ്റെ പുറകെ നടക്കുന്ന പെൺകുട്ടിയുടെ പേരാണ്. അങ്ങനെ വോട്ടിംഗ് ലിസ്റ്റ് കഴിയുന്ന സമയത്ത് ശൗശിക്കും വേക്കും സെയിം വോട്ടായിരിക്കും കിട്ടുക. 2 പേർക്കും ഈക്വൽ ആയിട്ട് 15 ആയിരിക്കും കിട്ടുക. അപ്പം മിസ്സ് പറയും ഓരോ വീക്കിൽ ഓരോ ആൾക്കാരായിരിക്കും, നെക്സ്റ്റ് വീക്ക് നമുക്ക് ഒരു ഇലക്ഷനും കൂടി നടത്താം. ഇതേ സമയം നമ്മുടെ ശൗശി എല്ലാം കൂടി വല്ലാണ്ട് സാഡായിട്ടിരിക്കും. കാരണം നമ്മുടെ ശൗശിക്ക് ലീഡർ പൊസിഷൻ കിട്ടാത്തതുകൊണ്ടല്ല, ചെൻ ലീവയുടെ പേര് പറഞ്ഞപ്പോൾ നമ്മുടെ ശൗശിക്ക് വല്ലാണ്ട് ഹേർട്ടാവും. പിന്നത്തെ സീനിൽ കാണുന്ന നമ്മുടെ ചെന്നിൻ്റെ അടുത്തേക്ക് ലീവേ വന്നിട്ട് ഒരു ഡെസേർട്ട് കൊടുക്കുന്നതായിരിക്കും. അവൾ പറയും ഇന്നലത്തെ വോട്ടിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കും. ഇതേ സമയം നമ്മുടെ ചെന്ന ആദ്യം ഒന്നും വാങ്ങാൻ കൂട്ടാക്കില്ല. എന്നിട്ട് ലാസ്റ്റ് അവനത് വാങ്ങുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ ലിനും ശൗശിയും കാണുന്നുണ്ടാവും. ലിനിനാണെങ്കിൽ നല്ല ദേഷ്യമാവും, ശൗശി ആണെങ്കിൽ ഭയങ്കര സാഡായിട്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് വേ എല്ലാവരുടെ അടുത്തും പറയും അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ വീക്കിൽ വേ ആണ് ലീഡർ ആവുക. ഇതേ സമയം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ലിന്നും ശൗശിയും കൂടി പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ലിന് ശൗശിയുടെ അടുത്ത് പറയും നീ വേറെ ഏതെങ്കിലും ചെക്കനെ നോക്കിടീന്ന്. ഇതേ സമയം ശൗശി പറയും ഇല്ലാന്ന്. ഇതേ സമയം നമ്മുടെ ശൗശി ഇങ്ങനെ തല താഴ്ത്തിയായിരിക്കും നടക്കുന്നത്. എന്നിട്ട് ലിന്ന അവളുടെ തല പൊക്കിയിട്ട് പറയും ഇങ്ങനെ വേണം നടക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് നീ തല താഴ്ത്തി നടക്കേണ്ട ഒരാവശ്യമില്ലാന്ന്. എന്നിട്ട് ഇവർ 2 പേരും കൂടി ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ഇവരിങ്ങനെ കേൾക്കാണ് വേൻ്റെ ഫ്രണ്ട് നമ്മുടെ ചെന്നിൻ്റെ അടുത്ത് പറയാണ് നീ ലീഡർ ആവ്, എന്നാൽ പിന്നെ നമ്മുടെ വേക്ക് അസിസ്റ്റൻ്റ് ആയി നിൽക്കാമെന്ന് പറയും. ഇതേ സമയം ഇത് രണ്ടും കേട്ടിട്ടാണ് നമ്മുടെ ശൗശി ലിനും കൂടി അങ്ങോട്ട് വരിക. എന്നിട്ട് വേൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ശൗശിനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ശൗശി ഈ പൊസിഷനിലേക്ക് ഒട്ടും യോജിച്ച ആളല്ല എന്ന് പറയും. അതേസമയം നമ്മുടെ ശൗശിയുടെ ഫേസ് ഇങ്ങനെ വാടുന്നുണ്ടാവും. ഈ ഫ്രണ്ട് ഇങ്ങനെ പറയും ലാസ്റ്റ് വോട്ട് തന്നെ കണ്ടാൽ അറിയാം. അതേ സമയത്ത് ബോ വന്നിട്ട് നമ്മുടെ ശൗശിയുടെ തോളത്ത് കൈയിട്ടിട്ട് പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തായാലും ശൗശിനെക്കാട്ട് തടിച്ചിട്ടാണെന്ന് പറയും. എന്നിട്ട് ചെന്നിൻ്റെ അടുത്ത് റോഡായിട്ട് ചോദിക്കും നീ എന്താ നമ്മുടെ ശൗശിക്ക് വോട്ട് ചെയ്യാതിരുന്നതെന്ന്. ലിന്നും ചോദിക്കും നീ എന്താ വോട്ട് ചെയ്യാഞ്ഞെന്ന്. ഇതേ സമയം നമ്മുടെ ചെന്നി ഒരു കൂസലില്ലാണ്ട് പറയും അവൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് നോക്കാണ്ട് അവൻ പറയും അവൾ ഈ പൊസിഷനിലേക്ക് ക്വാളിഫൈഡ് അല്ലാന്ന്. ഇതേ സമയം നമ്മുടെ ശൗശിക്ക് വേണ്ട ഫ്രണ്ട് പറഞ്ഞതൊന്നും ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ ചെന്ന പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാണ്ട് സങ്കടമാവും. എന്നിട്ട് ചെന്ന അവിടുന്ന് എണീച്ച് പോകുന്ന സമയത്ത് ശൗശി അവൻ്റെ പുറകെ ഓടിപ്പോയിട്ട് ചോദിക്കും നീ എന്താ അങ്ങനെ പറയുന്നത്, ഞാൻ എന്താ ലീഡർ ആവാൻ ക്വാളിഫൈഡ് അല്ലാത്തതെന്ന് ചോദിക്കും. അപ്പം ചെന്ന അവളുടെ മുഖത്ത് നോക്കി തന്നെ പറയും നീ ഇതിന് ക്വാളിഫൈഡ് അല്ലാന്ന്. അപ്പം ശൗശി ചോദിക്കും വേയോന്ന്. അപ്പം അവൻ പറയും അവൾ നിന്നെക്കാട്ടും ബെറ്റർ ആണെന്ന്. ഇതേ സമയം നമ്മുടെ ശൗശിക്ക് സഹിക്കാൻ പറ്റാണ്ട് അവന് നല്ലൊരു തട്ട് തട്ടിയിട്ട് അവൾ അവിടുന്ന് ഒറ്റ ഓട്ടം വെക്കും. ഇതേ സമയം നമ്മുടെ ശൗശിയും ലിന്നും കൂടി കൂട്ടിമുട്ടും. എന്നിട്ട് നമ്മുടെ ലിന്ന് ശൗശിയുടെ അടുത്ത് ചോദിക്കും എന്ത് പറ്റിയെന്ന്. അപ്പോൾ നമ്മുടെ ശൗശി ഒന്നും പറയാണ്ട് ക്ലാസ്സിലേക്ക് ഓടിപ്പോവും. ഇത് കണ്ട് ബൂ പറയും അവൻ നിന്നെ കുറ്റപ്പെടുത്തുമെന്ന് ചോദിച്ച് അവൻ അടിക്കാൻ പോകും. ഇതേ സമയം നമ്മുടെ ശൗശിയും ലിന്നും കൂടി പറയും അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ശൗശി പൂനെയും കൂടി ആക്ടിവിറ്റി ഫീ വാങ്ങാൻ പോകും. പിന്നീട് കാണുന്ന നമ്മുടെ ശൗശിയും ലിനും കൂടി ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഇതേ സമയം ശൗശി ലിന്നിൻ്റെ അടുത്ത് പറയും ഞാനിങ്ങനെ ചെന്നിനെ ചവിട്ടിന്ന്. ഇതേ സമയം നമ്മുടെ ലിന്നിന് ഭയങ്കര സന്തോഷമാവും. അവൾ പറയും അവൻ അങ്ങനെ തന്നെ വേണമെന്ന്. ഇതേ സമയം ശൗശിക്ക് നല്ല സങ്കടമായിട്ട് അവളിങ്ങനെ പറയും ഞാൻ അവൻ്റെ അടുത്ത് സോറി പോയി പറഞ്ഞാലോ. അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവരെ ഇങ്ങനെ ചെന്ന് പോവും. അവളിങ്ങനെ കുഞ്ഞ് നിൽക്കുന്നിട്ട്. അതേസമയം നമ്മുടെ ചെന്നിൻ്റെ അടുത്ത് ലൂ പറയും അവൾ നിന്നെ ചവിട്ടിയോ, അവൾ നല്ല മോളാണല്ലോ, അവളെ ഞാൻ എന്തായാലും കോംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവളെങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയം നമ്മുടെ ശൗശിയുടെ കയ്യിലായിരിക്കും പകുതി കുട്ടികൾ ക്ലാസ് ഫീ കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് ചെന്നിൻ്റെ ഫീസ് വാങ്ങാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് നമ്മുടെ ശൗശി ഇങ്ങനെ മെല്ലനെ പതുങ്ങി പോയിട്ട് അവനിങ്ങനെ തോണ്ടും. അതേസമയം ചെന്ന അവളുടെ ഫേസിലൊന്നും നോക്കാണ്ട് ബെഞ്ചിലേക്ക് പൈസ വെച്ചിട്ട് അവളോട് ചേഞ്ച് തരാൻ പറയും. ഇതേ സമയത്ത് വേ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ചെന്നിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. അവൻ്റെ നോട്ട്സ് തരുമെന്ന് ചോദിക്കും. ഇതേ സമയത്ത് ഇതൊന്നും നമ്മുടെ ശൗശിക്ക് തീരെ പിടിക്കാണ്ട് ശൗശി അവനക്കുള്ള പൈസ ബാലൻസ് ബെഞ്ചിമേലേക്ക് ഒറ്റ ഇടലങ്ങിട്ട് അവൾ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകും. എന്നിട്ട് നമ്മുടെ ശൗശി അവളുടെ കയ്യിലുള്ള പൈസയൊക്കെ ഇങ്ങനെ സേഫായിട്ട് എടുത്തു വെക്കും. കുറച്ച് കഴിയുമ്പം വേ വന്നിട്ട് നമ്മുടെ ശൗശിയുടെ അടുത്ത് പറയും
പൈസ എല്ലാം എടുത്ത് വെച്ചില്ലേ, ഉച്ചക്ക് നമുക്കത് മിസ്സിന് കൊടുക്കാനുള്ളതാണ്. അപ്പം നമ്മുടെ ശൗശി പറയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മുടെ ശൗശി അവളുടെ ബാഗിൽ ഇങ്ങനെ പൈസ നോക്കും. അതേ സമയത്ത് കാണില്ല. എന്നിട്ട് അവളെ ബാഗ് മൊത്തം അരിച്ച് പെറുക്കാൻ നോക്കും, ബുക്കൊക്കെ താഴെയിടും. ഇതേ സമയത്ത് കണ്ട് ലിൻ അവളെടുത്ത് ഒച്ചത്ത് നിന്റെ പൈസ എന്ന് പറയുമ്പോഴേക്കും അവൾ ലിൻ്റെ വായും പൊത്തിയിട്ട് ടോയ്ലറ്റിലേക്ക് ഓടും. ഇത് നമ്മുടെ വൂ കാണുന്നുണ്ടാവും. ഇതേ സമയം ലിൻ അവളെടുത്ത് ചോദിക്കും, നീ എവിടെ കൊണ്ടുപോയി പൈസ കളഞ്ഞടിയെന്ന്. ഈ സമയത്ത് നമ്മുടെ വൂ ഇങ്ങനെ ഇവരുടെ ടോയ്ലറ്റിന്റെ പുറത്ത് ഇങ്ങനെ നിന്നിട്ട് ഇതെല്ലാം ഒളിഞ്ഞു കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പുറത്ത് വരുന്ന സമയത്ത് വൂ അവരോട് ചോദിക്കും എന്ത് പറ്റിയെന്ന്. ഇതേ സമയം ശൗശി പറയും എനിക്ക് നല്ല വയറുവേദനയാണ്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വൂവിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് പോവും. പിന്നെ കാണുന്ന ഇവർ രണ്ടുപേരും കൂടി ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അതേസമയം ലീന അവളുടെ അടുത്ത് ചോദിക്കും നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞടി ഈ പൈസ എന്ന് ചോദിച്ച് അവളോട് പറയും നീ എല്ലായിടത്തും തപ്പിയോ എന്ന് ചോദിക്കും. ഇതേ സമയം നമ്മുടെ ശൗശി പറയും എടി ഞാൻ പെണ്ണിൻ്റെ മൂടിൻ്റെ ഉള്ളിൽ വരെ തപ്പിയടി എവിടെയും കാണുന്നില്ല എന്ന്. എന്നിട്ട് ഇവർ രണ്ടുപേരും പോയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ബൂവും ചെന്നും ഇവരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്നിട്ട് ബൂ നമ്മുടെ ലൂവിൻ്റെ അടുത്ത് പറയും എടാ ബോസിന് വയറുവേദനയാണെന്ന് പറയുന്നുണ്ട്, ചൂടുവെള്ളം കൊടുത്താൽ മാറുമെന്ന്. ഇതേ സമയം ലൂ ഇങ്ങനെ കളിയാക്കി പറയും അവൾക്ക് കൊടുത്താൽ മാറുമെന്ന് അറിയില്ല, പെണ്ണുങ്ങൾക്കല്ലേ കൊടുക്കാൻ പറ്റുമെന്ന്. ഇത് പറയുമ്പോൾ നമ്മുടെ ബൂ അവൻ്റെ കഴുത്തിനേറി പിടിച്ച് ചോദിക്കും നീ എന്താടാ പറയുന്നത്, അവൾ പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടി അവിടുന്ന് ഫൈറ്റ് ചെയ്യും. ഇതേ സമയം നമ്മുടെ ലൂ പറയും താഴെ ഒരു ഡോക്ടർ ഉണ്ട്, നീ അയാളുടെ അടുത്ത് പോയാൽ നിനക്ക് ചിലപ്പോൾ വയറുവേദനയുടെ മരുന്ന് തരുന്നു. ബൂ ആണെങ്കിൽ അപ്പം തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകട്ടു. എന്നിട്ട് ഡോറിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ബൂ അഭിനയിക്കാൻ തുടങ്ങും. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയും ഡോക്ടറെ സഹിക്കാൻ പറ്റുന്നില്ല, ഡോക്ടറെ ഭയങ്കര വയറുവേദന, ഡോക്ടറെ ഒന്ന് മരുന്ന് തരുമെന്ന് പറയും. ഇതേ സമയം നമ്മുടെ ഡോക്ടറിന് മനസ്സിലാവും ഇവനെന്തോ ഉടായ്പായിട്ട് വന്നതാണ്. എന്നിട്ട് ഡോക്ടർ അവൻ്റെ അടുത്ത് പറയും നിന്റെ ആക്ടിങ് സ്കിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുണ്ട്, നീ ഇങ്ങനെ കിടന്ന് അഭിനയിക്കേണ്ടതാണ്. ഇതേ സമയം ബൂവിന് മനസ്സിലാവും ഡോക്ടറിന് കത്തി എന്നുള്ള കാര്യം. എന്നിട്ട് ഡോക്ടർ അവൻ്റെ അടുത്ത് ചോദിക്കും പെൺകുട്ടിക്കാണോ ആൺകുട്ടിക്കാണോ. ഇതേ സമയം ബൂ പറയും ഒരു പയ്യനാണ് വയറുവേദന എന്ന്. ആ സമയത്ത് ഡോക്ടർ പറയും പെണ്ണിനും ആണിനും വേറെ വേറെ മരുന്നാ കൊടുക്കാന്ന്. അതേ സമയം നമ്മുടെ ബൂ ഇങ്ങനെ പറയും ഡോക്ടറെ ഒരു പെൺകുട്ടിക്കാണ് വയറുവേദന എന്ന്. ഇതേ സമയം ഡോക്ടർ ഇങ്ങനെ ചിരിച്ചിട്ട് അവന്റെ കയ്യിലേക്ക് ഒരു മരുന്നിന്റെ പൊതി കൊടുക്കും. എന്നിട്ട് അവൻ അതും കൊണ്ട് അവിടുന്ന് പോകും. ആ സമയത്ത് ഡോക്ടർ ഇങ്ങനെ മനസ്സ് പറയും ഈ പിള്ളേരുടെയൊക്കെ ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് കാണുന്നത് ലിൻ ഇങ്ങനെ ഇത് ഇവിടെ പോയി എന്ന് ആലോചിച്ച് നടക്കുന്നതാണ്. ഇതേ സമയം ചെന്ന അവളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. ചെന്നീന് എന്തോ സംഭവം കത്തിയിട്ടുണ്ട്. പിന്നെ കാണുന്നത് നമ്മുടെ ശൗശി ഇങ്ങനെ സ്റ്റെപ്പുമിലിരുന്ന് ഭഗവാനെ ഞാനിത് എവിടെ പോയി കളഞ്ഞിട്ടുണ്ടാവും, പൈസ ഇല്ലെങ്കിൽ ഞാനിനി എന്ത് ചെയ്യും, മിസ്സിൻ്റെ അടുത്ത് എന്താ പറയാന്ന് ആലോചിച്ച് അവളിങ്ങനെ ഭയങ്കര ടെൻഷൻ ആവുന്നതാണ്. ഇതേ സമയം ബൂ അവളെടുത്ത് വന്നിട്ട് ചോദിക്കും നിന്റെ വയറുവേദന എന്തായിന്ന്. അപ്പോൾ ശൗശി പറയും അത് മാറിയെന്ന്. ആ സമയത്ത് ബൂ അവൻ്റെ കയ്യിലുള്ള മരുന്നെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവിടുന്ന് താഴോട്ട് പോകും. ഇതേ സമയം ചെന്നി ഇങ്ങനെ കയറി വരുന്നുണ്ടാവും. എന്നിട്ട് ചെന്നി ഇവളെടുത്ത് ചോദിക്കും നിന്റെ ആക്ടിവിറ്റി ഫീ കാണാണ്ടായോന്ന്. ഇതേ സമയം നമ്മുടെ ശൗശി ഇങ്ങനെ ചാടിയിട്ട് പറയും ഇല്ലല്ലോ എന്ന് അറിയും. അപ്പം അവൻ ഇങ്ങനെ മേലോട്ട് കയറാൻ പോകുമ്പോൾ ശൗശി ഇങ്ങനെ അവൻ്റെ കാല് പിടിച്ച് പറയും എടാ പൈസ കാണാണ്ടായി പോയി എന്ന് പറയും. ഇതേ സമയത്ത് ചെന്ന അവളുടെ അടുത്ത് ഇരുന്നിട്ട് ചോദിക്കും നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുന്ന അറിയും. അപ്പോൾ അവൾ പറയും ഞാൻ രാവിലെ തൊട്ട് ഇത്രയും നേരമായിട്ട് ആലോചിച്ച് എന്നെ ഇരിക്കുന്നു, എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അവൻ പറയും നീ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, നീ എവിടേക്കായും പോയത്. അവൻ പറയും നിന്റെ അടുത്ത് വേഗം വന്നിട്ട് പൈസ ചോദിക്കുന്ന സമയത്ത് നീ അത് എവിടെയാണ് വെച്ചെന്ന് ആലോചിക്കുന്നു. അതേ സമയത്ത് നമ്മുടെ ശൗചി കത്തുട്ടോ. അവൾ പറയും അത് ഞാൻ സാറിൻ്റെ ബുക്കിൻ്റെ ഉള്ളിലായിരുന്നു വെച്ചതെന്ന്. അപ്പം ചെന്നി പറയും പൈസ കിട്ടിയല്ലോ എന്ന് പറയും. അതേ സമയം നമ്മുടെ ശൗചി പിന്നെയും പറയും അയ്യോ അത് ഞാൻ സാറിൻ്റെ അടുത്ത് ബുക്ക് സബ്മിറ്റ് ചെയ്തു എന്ന് പറയും. അപ്പോൾ അവനോട് ചോദിക്കും എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന്. ഇതേ സമയം നമ്മുടെ ശൗശിനെ ഇങ്ങനെ ചെന്നി വിളിച്ചിട്ട് അവളുടെ ചെവിയുടെ അടുത്ത് വന്നിട്ട് പറയും നീ ഇങ്ങനെ ഒരാളെ ചവിട്ടാൻ നല്ല പിടിക്കല്ലേ, സാറിനെ ചവിട്ടിയിട്ടെങ്കിൽ നീ അവിടുന്ന് പൈസ എടുത്തിട്ട് വാന്ന് പറഞ്ഞ് അവനൊരു പോക്കങ്ങ് പോകും. ഇത് കയ്യെ നമ്മുടെ ശൗചി ഇങ്ങനെ നല്ല ധൈര്യമൊക്കെ സംഭരിച്ച് നേരെ സാറിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ നടന്നു പോകും. ഇതേ സമയം അവൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ അവളെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും പറയാനുള്ള കാര്യങ്ങൾ. സാറ് എന്നോട് ഇങ്ങനെ ഒരിക്കലും ഇനി പറ്റി പോകില്ല, എന്നോട് ഇനി ഒരിക്കലും മറക്കില്ല എന്നൊക്കെ അവളിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അവളിങ്ങനെ ഇത് പറഞ്ഞിട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് സാറുണ്ടാവും അവിടുന്ന് ഒരു ചെക്കനെ പൂര ചീത്ത പറയുന്നത്, നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്ന കേൾക്കും. അവൾക്ക് ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ നന്നായിട്ട് ടെൻഷനാവും. എന്നിട്ട് അവൾ അപ്പം തന്നെ അവിടുന്ന് സ്കൂട്ടാവും. പിന്നെ കാണിക്കുന്ന ക്ലാസ് ആണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ശൗശി ഇങ്ങനെ വയറുവേദന ഉണ്ടെന്നുള്ള രീതിയിൽ അവിടുന്ന് മെല്ലനെ ഇറങ്ങിപ്പോവും. ഇത് കണ്ട് നമ്മുടെ ലിന്നും അവിടുന്ന് ഇറങ്ങും. അവൾ പോകുന്ന കണ്ട് നമ്മുടെ ലൂവും അവിടുന്ന് ഇറങ്ങും. പിന്നീട് വേയും അവിടുന്ന് ഇറങ്ങും. ഇവർ 4 പേരും പോയത് കണ്ട് നമ്മുടെ ചെന്നും ഇറങ്ങും. ഇതേ സമയം നമ്മുടെ ബോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സ്റ്റൊമക് ഏക്കിനുള്ള സിംറ്റംസ് പറഞ്ഞിട്ട് മെഡിസിൻസ് വാങ്ങും. പിന്നെ കാണുന്നത് നമ്മുടെ ലൂനി ലിനിനെയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടി CCTV സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പോവാ. അവിടെ ആരുമില്ലെന്ന് നോക്കി അവർ രണ്ടുപേരും കൂടി പമ്മി അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതേ സമയം നമ്മുടെ ശൗശി ആണെങ്കിൽ സാർ അവിടെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് സാറിൻ്റെ ബെഞ്ചിൽ കയറി ഇരുന്നിട്ട് അവൾ അവളുടെ ബുക്ക് തപ്പാൻ തുടങ്ങും. ഇതേ സമയം അങ്ങോട്ട് ആരോ വരുന്നുണ്ടാവും. ശൗശി നന്നായിട്ട് നെർവസ് ആവും. ഇതേ സമയം അവൾ നോക്കുമ്പോൾ അത് ചെന്നായിരിക്കും. ചെന്നി നിന്നിട്ട് അവിടെ വന്നിരിക്കും. ഇതേ സമയം അവളിങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ ബുക്ക് കിട്ടും. അവളിങ്ങനെ ചിരിച്ച അത് എടുക്കാൻ നോക്കുമ്പോഴേക്കും അപ്പോഴാണ് സാറും മിസ്സും കൂടി അങ്ങോട്ട് കയറി വരുന്നത്. ഈ സമയത്ത് നമ്മുടെ ശൗശി വല്ലാണ്ട് പേടിച്ചു. എന്നിട്ട് ടീച്ചേഴ്സ് ഇവരെ കാണും കേട്ടോ.
മിസ് ഇവരോട് ചോദിക്കും നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെയാണ്. ഇതേ സമയം നമ്മുടെ ചെന്ന് പറയും എന്നെ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെ ഓൾറെഡി സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ സമയത്ത് നമ്മുടെ ശൗഷിയുടെ അടുത്ത് മിസ് ചോദിക്കും നീ എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്. ഇതേ സമയം നമ്മുടെ ശൗഷി ഇങ്ങനെ നെർവസ് ആയിട്ട് ഇങ്ങനെ പരുതി അവൾ പറയും മിസ്സേ എനിക്ക് മിസ്സിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് മിസ്സേ, എനിക്ക് ഭയങ്കര ടെൻഷനാണ് മിസ്സേ. അപ്പോൾ മിസ് അവരുടെ അടുത്ത് ചോദിക്കും എന്തിനാ മോളെ നിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ അവൾ മിസ്സേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് മിസ്സേ, ഞാനിപ്പോൾ ലീഡറൊക്കെ ആവാൻ പോവല്ലേ മിസ്സേ, എനിക്ക് രാത്രി ഒന്നും ഉറക്കം വരുന്നില്ല മിസ്സേ എന്നൊക്കെ പറഞ്ഞാൽ അവൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒറ്റ പോക്കങ്ങ് പോകും. ഈ സമയം മിസ് ഇതെല്ലാം കൂടി കൊണ്ട് ഒരു കിളി പോയ പോലെ നിൽക്കും. എന്നിട്ട് ശൗശി പോയതിന് ശേഷം ചെന്ന് പോകാൻ നിൽക്കുമ്പോൾ മിസ് ചെന്നിൻ്റെ അടുത്ത് ചോദിക്കും അല്ല അവൾ ഓക്കെ തന്നെയല്ലേ മോനെന്ന്. ഇതേ സമയം നമ്മുടെ പിള്ളേരാണെങ്കിൽ CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയം അങ്ങോട്ട് സെക്യൂരിറ്റി മാമ വരും. ഇതേ സമയം ഇവർ രണ്ടുപേരും കാണും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ പതുങ്ങിയിരിക്കും. ഈ സമയത്ത് നമ്മുടെ ലിന്നിൻ്റെ ഷോൾഡറിന്മേലായിക്കിട്ടോ നമ്മുടെ ലൂ എടുക്കുക. ആ സമയത്ത് നമ്മുടെ ലൂ ഇങ്ങനെ അവളെ മതി മറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതേ സമയം നമ്മുടെ ലിന്ന് പറയും സെക്യൂരിറ്റി പോയി എന്നാ തോന്നുന്നത്. അപ്പം ലൂ പറയും ഞാൻ നോക്കാതെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ എണീച്ച് നോക്കും. അതേസമയം അവിടെ ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ലൂ പറയും ഇല്ല അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവളുടെ ഷോൾഡർ ഇങ്ങനെ കിടക്കും. എന്നിട്ട് അവളെ തന്നെ ഇങ്ങനെ മതി മറന്ന് നോക്കും. കുറച്ച് കഴിയേ നമ്മുടെ ലിന്ന് എണീച്ച് നിന്നിട്ട് പറയും ആരുമില്ലടാ പൊട്ട നമുക്ക് പോവാന്ന് പറയും. പക്ഷെ ഇവർ രണ്ടുപേരും ശ്രദ്ധിച്ചില്ല കേട്ടോ. സെക്യൂരിറ്റി ശരിക്കും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണേ നമ്മുടെ ലിന്ന് പറയും ഞാൻ 1 2 3 എണ്ണം ഇതേ സമയം തന്നെ നീ ഇവിടുന്ന് ഓടണം. ഈ സമയം നമ്മുടെ ലൂ പറയും ഇല്ലല്ല എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ അവൾ പറയും മണ്ട പെട്ടെന്ന് ഓടണം ടോ എന്ന് പറഞ്ഞിട്ട് അവൾ 1 2 3 ചെല്ലും. ഈ സമയത്ത് നമ്മുടെ ലൂ ആണെങ്കിൽ അവിടെ കിടന്ന് ചുമക്കുകയും ചെയ്യും. ഇവർ ഓടുന്ന സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി കാണുകയും ചെയ്യും. പക്ഷെ ഇവരാരെന്ന് മനസ്സിലാവില്ല. പിന്നെ കാണിക്കുന്ന ക്ലാസ് ആയിരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബോ അവൻ വാങ്ങിയ മെഡിസിൻസ് ഒക്കെ നമ്മുടെ ശൗഷിയുടെ കയ്യിൽ കൊടുക്കും. ഇതേ സമയത്ത് ചെന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകട്ടോ. അപ്പോൾ നമ്മുടെ ലിന്ന് ശൗഷിയുടെ അടുത്ത് ചോദിക്കും നീ മിസ്സിൻ്റെ അടുത്ത് എന്താ പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ ശൗഷി പറയും എടീ ഞാനൊന്നും തീരുമാനിച്ചില്ല എന്ന് പറയും. എന്നിട്ട് മിസ്സ് ക്ലാസ്സിലേക്ക് വരുന്ന കേട്ടോ കാണുന്ന. മിസ്സ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ വേൻ്റെ അടുത്തും ശൗഷിയുടെ അടുത്തും പറയും ക്ലാസ് ഫീ തരാൻ വേണ്ടിയിട്ട്. ഇതേ സമയം പോയിട്ട് മിസ്സിൻ്റെ അടുത്ത് പറയും 2000 രൂപയാണ് മിസ്സേ ഉള്ളത്, 1000 എൻ്റെ കയ്യിലും 1000 ശൗഷിയുടെ കയ്യിലുമാണ് ഉള്ളതെന്ന്. ഈ സീൻ കാണുന്നവരെ ഞാൻ വിചാരിച്ചത് ശരിക്കും ശൗഷിയുടെ പൈസ ആണ് എടുത്തു വെച്ചതെന്ന്. അതേസമയം നമ്മുടെ ശൗഷിയുടെ അടുത്ത് മിസ്സ് പറയും പെട്ടെന്ന് കൊണ്ടെത്താ പൈസ എന്ന് പറയും. ഇതേ സമയം നമ്മുടെ ശൗഷി നല്ല നെർവസ് ആയിട്ട് മിസ്സിൻ്റെ അടുത്ത് പറയും മിസ്സേ എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ കാണാണ്ടായി പോയിന്ന്. ആ സമയത്ത് ക്ലാസ്സിലുള്ള മിസ് ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഷോക്കാവും. ചെന്നാണെങ്കിൽ പുറത്ത് സ്റ്റാഫ് റൂമിൽ സാറിൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത്. സാറിൻ്റെ അടുത്ത് അവൻ പറയും ഞാൻ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു എന്ന് പറയും. എന്നിട്ട് അവൻ ശൗഷിയുടെ ബുക്കിലേക്ക് നോക്കും. അവന് മനസ്സിലാവും ശൗഷിയുടെ ബുക്കിനുള്ളിൽ പൈസ ഉണ്ടെന്ന്. എന്നിട്ട് അവൻ സാറ് കാണാതെ ആ ബുക്ക് എടുത്ത് നിലത്തേക്കിടും. എന്നിട്ട് അവൻ അത് എടുത്തിട്ട് അവൻ്റെ കുപ്പായത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടും. എന്നിട്ട് അവൻ ഓടി ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണെങ്കിലോ വേൻ്റെ ഫ്രണ്ട് ഇങ്ങനെ നമ്മുടെ ശൗഷിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ക്ലാസ് ലീഡർ ആവാൻ ഒരു യോഗ്യതയില്ല. ഇവളെ നീ പൈസ കാണാണ്ടാക്കിയതാണോ അല്ലെ ഇവളെ തന്നെ എടുത്താണോ എന്ന് ആർക്കറിയാനുള്ള ഒരു ടോക്ക് അവളവിടെ പറയും. ഈ സമയത്ത് നമ്മുടെ ലിന്നിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ പറയും നീ നിന്റെ വായ അടിച്ചിരുന്നു എന്ന് പറയും. ഇതേ സമയം നമ്മുടെ ചെന്നി ക്ലാസ്സിലേക്ക് കയറി വരും. ചെന്നിനെ കാണുമ്പോൾ തന്നെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അവൻ ഒച്ചത്ത് പറയും മിസ്സേ എൻ്റെ കയ്യിലുണ്ട് പൈസ, ശൗഷി എൻ്റെ കയ്യിൽ അത് തന്നിട്ട് പോയതാണ്. ഇതേ സമയം നമ്മുടെ ശൗഷിക്ക് പൈസ കിട്ടിയ സന്തോഷം പോലെ അവളുടെ ഫേസിലുണ്ടാവില്ല. എന്നിട്ട് അവൾ മിസ്സിൻ്റെ അടുത്ത് പറയും മിസ്സേ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പൈസ കാണാണ്ടായി പോയത്, ഇത് കണ്ടുപിടിച്ചത് ചെന്നാണെന്നുള്ളത്. എന്നിട്ട് അവൾ മിസ്സിൻ്റെ അടുത്ത് പറയും ഞാൻ ഈ ലീഡർ പൊസിഷൻ ക്വിറ്റ് ചെയ്യാന്ന് പറയും. എന്നിട്ട് അവൾ പറയും മിസ്സേ ഞാനിതിന് യോഗ്യതയില്ലാത്ത ആളാണെന്ന്. ഇതും കൂടി അവൾ പറയും. ഇതേ സമയം മിസ് അവളുടെ അടുത്ത് പറയും നീ ചെറിയ കുട്ടിയാണ് ശൗഷി, നീ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. മിസ്സാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശൗഷിയുടെ അടുത്ത് പറയും. നീ അന്ന് പറഞ്ഞ പോലെ തന്നെ 3 കൊല്ലം നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. നമ്മളുടെ ഇടയിൽ ഒരുപാട് തെറ്റുകുട്ടികളൊക്കെ വരും. ഇപ്പം നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങൾ 3 കൊല്ലം കൂടി കഴിയുമ്പോൾ അഡൽട്ട് ആവും. അപ്പം നിങ്ങൾക്ക് ഏതാ തെറ്റ് ഏതാ ശരി എന്നൊക്കെ മനസ്സിലാവും. ഇപ്പം നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. ആ സമയത്ത് അവൾ മിസ്സിൻ്റെ അടുത്ത് പറയും സോറി എന്നൊക്കെ പറയും. ഇതേ സമയം മിസ് അവളെ നന്നായിട്ട് എൻകറേജ് ചെയ്യും. എന്തായാലും നീ കാണാനായ കാര്യമൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയും. ഇതേ സമയം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നമ്മുടെ ശൗഷിയുടെ അടുത്ത് പറയും ആ കുഴപ്പമില്ല ശൗഷി അത് വിട്ടേക്ക്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. ഇവരെല്ലാരും കൂടി ഇത് പറയുമ്പോൾ നമ്മുടെ ശൗഷിക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നീട് കാണുന്ന ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന. ഇതേ സമയം നമ്മുടെ ശൗഷി പോയിട്ട് ബോവിൻ്റെ അടുത്ത് പറയും എനിക്ക് വയറുവേദനയൊന്നുമില്ല, ഇന്ന് നിന്റെ മരുന്ന്. ഇതേ സമയം നമ്മുടെ ബോ അവന്റെ മരുന്ന് വാങ്ങിയിട്ട് മുകളിലോട്ട് എറിയും. ഇതേ സമയം നമ്മുടെ ശൗഷി അത് പിടിക്കും. എന്നിട്ട് അവൻ തിരിഞ്ഞു നിന്നിട്ട് പറയും അത് നീ കയ്യിൽ വെച്ച് അത് എന്റെ ട്രീറ്റ് ആണ്. പിന്നെ കാണുന്ന നമ്മുടെ ശൗഷിനെയും ചെന്നിനെയാണ്. ഇതേ സമയം നമ്മുടെ ശൗഷി പോയി ചെന്നിൻ്റെ അടുത്ത് പറയും നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഒരിക്കലും ഈ ഒരു പൊസിഷനിലേക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് പറയും. ഇതേ സമയം ചെന്ന അവളുടെ അടുത്ത് പറയും എന്തൊക്കെ പറഞ്ഞാലും നീ ഇന്ന് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശൗഷിക്ക് ഭയങ്കര സന്തോഷമാവും. ഇതും പറഞ്ഞ് നമ്മുടെ ചെന്ന അവിടെ സൈക്കിൾ എടുത്ത് പോകും. ഇതേ സമയം നമ്മുടെ ശൗഷി അവൻ്റെ പുറകെ എന്നെയും കൂടി കൂട്ടുമെന്ന് പറഞ്ഞ് ഓടും. അപ്പം ചെന്ന അവളുടെ അടുത്ത് ചോദിക്കും എന്തിനാ എന്നെ അടിക്കാനാണോ എന്ന്. ശൗഷി ഇങ്ങനെ ഓടുന്നതും കാണിച്ച് ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ 3ാമത്തെ എപ്പിസോഡ് കഴിയാണ്. ഇതുവരെ കണ്ടതിന് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്.
എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ എൻ്റെ എല്ലാ പുതിയ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ബൈ.